നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സഹ്യ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യുഎഇയിലെ മുൻ റേഡിയോ അവതാരക RK ലാവണ്യ അന്തരിച്ചു. ആലപ്പുഴ പ്രവാസി അസോസിയേഷൻ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ബഹ്റൈനിൽ പാസ്പോർട്ട് ഡെലിവറി സേവനം ആരംഭിക്കുന്നു. പാർക്കിംഗ് വരുമാനം 20.55 കോടി ദിർഹം. ഓഗസ്റ്റ് 15 മുതൽ അയക്കൂറ പിടിക്കുന്നത് വിലക്കി ഖത്തർ മുനിസിപ്പൽ മന്ത്രാലയം. ഒളിമ്പിക്സ് ബഹ്റൈന്റെ നേട്ടങ്ങളെ അഭിനന്ദിച്ച് ഹമദ് രാജാവ്. ഗൾഫ് കൈകോർത്തു. കുവൈത്തിൽ നിന്ന് സൂപ്പർ അർജന്റൈ കരളെത്തി. 100-ന് അബുദാബിയിൽ പുതുജീവൻ. യുഎഇയിലെ മുൻ റേഡിയോ അവതാരക RK ലാവണ്യ അന്തരിച്ചു. യുഎഇയിലെ മുൻ റേഡിയോ അവതാരക തിരുവനന്തപുരം തമലം കുഞ്ഞാലമൂട് ആലുംതറ ലൈൻ മരിയൻ അപ്പാർട്ട്മെന്റ്സിൽ താമസിക്കുന്ന RG ലാവണ്യ അന്തരിച്ചു. അർബുദ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. 15 വർഷത്തിലേറെയായി റേഡിയോ രംഗത്ത് പ്രവർത്തിക്കുന്ന ലാവണ്യ ക്ലബ് FM, റെഡ് FM, UFM റേഡിയോ രസം എന്നീ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിരുന്നു. ദുബായിലെ റേഡിയോ കേരളത്തിലൂടെ പ്രവാസി മലയാളികൾക്ക് കൂടുതൽ സുപരിചിതയായി. കർണാടക സംഗീതജ്ഞനും സംഗീത സംവിധായകനുമായ നവനീത് വർമ്മയാണ് ഭർത്താവ്. പിതാവ് പരേതനായ സോമസുന്ദരം, മാതാവ് ശശികല, മക്കൾ വസുന്ധര, വിഹായസ്. RJ ലാവണ്യയുടെ വിയോഗത്തിൽ റേഡിയോ കേരളം ടീം അംഗങ്ങൾ അനുശോചിച്ചു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ദുബായ്. ആലപ്പുഴ പ്രവാസി അസോസിയേഷൻ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ആലപ്പുഴ പ്രവാസി അസോസിയേഷൻ ബഹ്റൈൻ സൽമാനിയ സെൻട്രൽ ബ്ലഡ് ബാങ്കുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. 100-ൽ പരം രക്തദാതാക്കൾ പങ്കെടുത്ത ക്യാമ്പ് അസോസിയേഷൻ സീനിയർ മെമ്പറും ചാരിറ്റി കോർഡിനേറ്ററുമായ ജോർജ് അമ്പലപ്പുഴ ഉദ്ഘാടനം നിർവഹിച്ചു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, മനാമ. ബഹ്റൈനിൽ പാസ്പോർട്ട് ഡെലിവറി സേവനം ആരംഭിക്കുന്നു. പൗരത്വ സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ബഹ്റൈനിൽ പാസ്പോർട്ട് ഡെലിവറി സേവനം ആരംഭിക്കുന്നതായി ദേശീയ പാസ്പോർട്ട് റെസിഡൻസ് അഫയേഴ്സ് ആഭ്യന്തര മന്ത്രാലയ അണ്ടർ സെക്രട്ടറി ഷെയ്ഖ് ഹിഷാം ബിൻ അബ്ദുൽ റഹ്മാൻ അൽ ഖലീഫ പ്രഖ്യാപിച്ചു. ഗവൺമെന്റ് പോർട്ടലായ bahrain.bh/NPRA ആപ്പ് വഴി ഇപ്പോൾ ലഭ്യമായ ഈ സേവനം ഇൻഫർമേഷൻ ആൻഡ് ഗവൺമെന്റ് അതോറിറ്റി, ടാം ലോജിസ്റ്റിക്സ് ആൻഡ് ട്രേഡിംഗ് കമ്പനി എന്നിവയുമായി സഹകരിച്ചാണ് നടപ്പാക്കുന്നത്. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, മനാമ. പാർക്കിംഗ് വരുമാനം 20.55 കോടി ദിർഹം. നഗരത്തിലെ പാർക്കിംഗുകൾ നിയന്ത്രിക്കുന്ന പാർക്കിംഗ് കമ്പനിക്ക് വർഷത്തിന്റെ ആദ്യ പകുതിയിൽ 20.55 കോടി ദിർഹത്തിന്റെ വരുമാനം. മുൻ വർഷത്തിനേക്കാൾ 12% അധികമാണിത്. ഇതിൽ 9.5 കോടി ദിർഹം കമ്പനിയുടെ ലാഭമാണ്. വികസന പദ്ധതികളുടെ ഭാഗമായി കഴിഞ്ഞ 6 മാസത്തിനിടെ കമ്പനിക്ക് കീഴിൽ പുതിയതായി 2900 പാർക്കിംഗുകൾ കൂടി നിലവിൽ വന്നു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ദുബായ്. ഓഗസ്റ്റ് 15 മുതൽ അയക്കൂറ പിടിക്കുന്നത് വിലക്കി ഖത്തർ മുനിസിപ്പൽ മന്ത്രാലയം. ഓഗസ്റ്റ് 15 മുതൽ ഒക്ടോബർ 15 വരെ 2 മാസക്കാലം ഖത്തറിലെ കടലുകളിൽ നിന്ന് അയക്കൂറ മത്സ്യം പിടിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയതായി മുനിസിപ്പാലിറ്റി മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ദോഹ. ഒളിമ്പിക്സ് ബഹ്റൈന്റെ നേട്ടങ്ങളെ അഭിനന്ദിച്ച് ഹമദ് രാജാവ്. പാരീസ് ഒളിമ്പിക്സ് ഗെയിംസിൽ രാജ്യമുണ്ടാക്കിയ നേട്ടങ്ങളെ ബഹ്റൈൻ ഭരണാധികാരി ഹമദ് ബിൻ ഈസ അൽ ഖലീഫ അഭിനന്ദിച്ചു. സഖീർ പാലസിൽ നടന്ന യോഗത്തിലാണ് കായിക രംഗത്ത് ബഹ്റൈന്റെ സമീപകാല നേട്ടങ്ങളെ അദ്ദേഹം അഭിനന്ദിച്ചത്. കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ രാജകുമാരൻ സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയും ബഹ്റൈൻ അത്ലറ്റുകളുടെ പ്രകടനത്തിൽ സംതൃപ്തി രേഖപ്പെടുത്തി. ഈ വിജയം രാജ്യത്തിന് നൽകുന്ന അഭിമാനത്തെ അദ്ദേഹം എടുത്തു പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, മനാമ. ഗൾഫ് കൈകോർത്തു. കുവൈത്തിൽ നിന്ന് സൂപ്പർ അർജന്റൈ കരളെത്തി. 100-ന് അബുദാബിയിൽ പുതുജീവൻ. യുഎഇയിൽ വീട്ടുജോലിക്കാരിയായ ഇന്തോനേഷ്യൻ യുവതിയെ ചേർത്ത് പിടിച്ച് ഗൾഫ്. എല്ലാ പ്രതിബന്ധങ്ങളെയും മറികടന്ന് നിർണായക ജീവൻ രക്ഷാ ദൗത്യത്തിനായി രാജ്യങ്ങളും സർക്കാർ സ്ഥാപനങ്ങളും ആരോഗ്യ പ്രവർത്തകരും കൈകോർത്തപ്പോൾ
GCCയിലെ അവയവദാന രംഗത്ത് അപൂർവ വിജയഗാഥ. കഴിഞ്ഞ 14 വർഷമായി UAEയിലുള്ള 43-കാരിയായ നൂറാണ് ബുർജിയിൽ മെഡിക്കൽ സിറ്റിയിലെ സൂപ്പർ അർജന്റ് കരൾമാറ്റ ശസ്ത്രക്രിയയിലൂടെ പൊതുജീവിതത്തിലേക്ക് പ്രവേശിച്ചത്. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, അബുദാബി. ഇനി ഇന്നത്തെ ഗൾഫ് രാജ്യത്തെ കറൻസിയും ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയ നിരക്കുകൾ. ഇന്നത്തെ ഗൾഫ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗൾഫ് ന്യൂസ് നാളെ വീണ്ടും ഇതേ സമയം. നന്ദി, നമസ്കാരം.